നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഒരു സിനിമയുടെ റിവ്യൂ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഇന്ന് പുഷ്പ 2 റിലീസായി. അപ്പോൾ വിചാരിച്ചു ഇന്ന് അത് കണ്ടിട്ട് എൻ്റെ ഒരു ഫസ്റ്റ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പുഷ്പ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ഒരു ചിത്രമായിരുന്നു. ഒരുപാട് ഫാൻ ഫോളോവിങ് ഒക്കെ സൃഷ്ടിച്ച ഒരു ചിത്രമായിരുന്നു പുഷ്പ. ആ സിനിമയ്ക്ക് അല്ലു അർജുന് നാഷണൽ അവാർഡ് വരെയൊക്കെ ലഭിച്ച ഒരു ചിത്രമായിരുന്നു പുഷ്പ 1 എന്ന് പറയുന്നത്. സുകുമാരാണ് അത് ഡയറക്റ്റ് ചെയ്തത്. ഇപ്പോൾ അതിന് സെക്കൻഡ് പാർട്ട് ഇന്ന് റിലീസായിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ ഓക്കെ, അതിന് സെക്കൻഡ് പാർട്ടിനുള്ളൊരു സംഭവത്തിലൊക്കെയാണ് അവർ പടം കൊണ്ട് നിർത്തിയ കാര്യം. ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ രീതിയിൽ ഒരു പുതിയൊരു വില്ലൻ വരികയും വില്ലനും ഇയാളും തമ്മിലുള്ളൊക്കെ ഒരു ഏത് രീതിയിലാണ് സംഭവം മാറാൻ പോകുന്നതൊക്കെ ഉള്ളൊരു സംഭവം വെച്ചിട്ടാണ് അവർ ആ പടം നിർത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സെക്കൻഡ് പാർട്ട് കാണാനുള്ള ഒരു അത്യാവശ്യ ആകാംക്ഷയൊക്കെ ആ സിനിമ കൊടുത്തിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, ഈ ഇപ്പോൾ പുഷ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഭയങ്കര വലിയ ലെവലിൽ റീച്ചൊക്കെ ആവുകയും ഭയങ്കര ഇന്റർനാഷണൽ തലത്തിൽ പുള്ളി സ്മഗ്ലിംഗ് ഒക്കെ നടത്തുകയും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനോട് ഒരു വിഷ് പറയുകയാണ്, ഒരു ആഗ്രഹം പറയുകയും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് സാധിക്കുന്നില്ല. അതിന്റെ ഒരു ഫലമായിട്ട് വേറെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുകയും സ്മഗ്ലിങ്ങിനെയൊക്കെ വേറെ ലെവലിലോട്ട് കാര്യങ്ങളൊക്കെ മാറുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിന്റെ കഥ എന്ന് പറയുന്നത്. എന്റെ സ്പോയിലറോട്ട് ഞാൻ പോകുന്നൊന്നുമില്ല, നിങ്ങൾ കണ്ടു നോക്കുക. കുറെ വില്ലന്മാരും പിന്നെ ഇദ്ദേഹത്തിന്റെ കളിയുടെ റേഞ്ച് ഒക്കെ ഒരുപാട് മാറി. പണ്ട് ഫുള്ള് ആ ഒരു എന്താ പറയാ വനത്തിൽ കിടന്നുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ മാറി. ഇപ്പം മാൽദീവ്സ് അല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളിലോട്ട് ശ്രീലങ്ക അങ്ങോട്ടൊക്കെ ഭയങ്കര രീതിയിലോട്ട്, അതായത് ഇന്ത്യയുടെ അതിർത്തികളൊക്കെ മാറി കടന്ന് പോയി പുതിയ രീതിയിലുള്ള കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെയാണ് ഈ സംഭവം. ഇതിനും ചന്ദനമരത്തിന്റെ തന്നെ കള്ളക്കടത്ത് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നതൊക്കെ. സിനിമയുടെ ഒരു പോസിറ്റീവ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ ഞാൻ പറഞ്ഞത് എനിക്ക് സിനിമോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ എടുത്തിരിക്കുന്ന ഷോട്ടുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരുപാട് കെമിക്കൽ കാണിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷോർട്സും കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ കട്ട്സും കുറെ സംഭവങ്ങളൊക്കെ കൊള്ളായിരുന്നു, രസമുണ്ടായിരുന്നു. അപ്പൊ എഡിറ്റിംഗ് ഓവറോൾ ഞാൻ അത്ര എഡിറ്റിംഗ് എനിക്ക് വിലയിരുത്താൻ അറിയത്തില്ലെങ്കിലും ഫസ്റ്റ് ഹാഫ് ഒന്നുകൂടെ ക്രിസ്പ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് ഒരുപാട് ലെങ്തി ആയിട്ടൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും രശ്മി മന്ദാനെ ഒക്കെ ഓക്കെയാണ്, എല്ലാം അത്യാവശ്യം നല്ലപോലെ ചെയ്തു. അല്ലു അർജുനും ചെയ്തിട്ടുണ്ട്, ഫഹദ് ഫാസിലും ചെയ്തു. ഇവരൊക്കെ ഏറ്റവും നല്ല പെർഫോമൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഫഹദിന്റെ ആണ് തന്നെയും ഓക്കെ, നമ്മൾ ഫഹദിന്റെ ഈ ആക്ടിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വലിയ ഇതൊന്നും കാര്യം എന്താ വെച്ചാൽ പുഷ്പ 1ന്റെ അവസാനമാണ് ഫഹദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ക്യാരക്ടറിന് കുറച്ചു നേരം മാത്രമേ ഉള്ളൂ ആ ക്യാരക്ടർ. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ഇതിന്റെ അകത്ത് വരുമ്പം നമുക്ക് ഒരുപാടൊന്നും കാണാൻ സാധിക്കില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഓൾറെഡി തന്നെ ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ആവുകയും അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു ഭയങ്കര വാവ് എന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും അതിൻ്റെ അത് കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ ചില സീനുകളൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അല്ലു അർജുന്റെയും ഫഹദിന്റെ ഒക്കെ മൈമ് വഴി കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, ഈ സിനിമയുടെ ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അല്ലു അർജുനന്റെ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളൊക്കെ അവർ എൻ്റെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രശ്മി മന്ദാനയുടെ ഭാര്യയുടെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറെ മാസ് ഡയലോഗുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫഹദ് ആണെങ്കിൽ തന്നെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒരുപാടൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് വരുന്നൊന്നുമില്ല പടത്തില്. പിന്നെ ഈ സ്ഥിരം നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ട അതേ പാറ്റേൺ തന്നെയാണ്. അല്ലു അർജുൻ സ്മഗ്ലിംഗ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു, അത് ഫഹദ് ഫാസിൽ പിടിക്കുന്നു, പിന്നെ മനസ്സിലാവുന്നു പിടിച്ചത് സംഭവം ഒറിജിനൽ അല്ലെന്ന് മനസ്സിലാക്കുന്നു. ആ രീതിയിൽ തന്നെ പോകുന്ന ഒരുപാട് പാറ്റേണിൽ പോകുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ നടക്കുന്നത്. പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ അവർക്ക് തന്നെ അറിയത്തില്ല ഫഹദിനെ വെച്ച് എന്ത് കാണിക്കണം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഫഹദിന്റെ പരിപാടികളൊക്കെ അവർ തീർത്ത് വിടുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം വേറൊരു കഥാപാത്രം, അതായത് ആ ഫസ്റ്റ് പാർട്ടിന്റെ കണക്ഷൻ വെച്ചിട്ട് ഒരു സംഭവങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന പെൺകുട്ടി അവളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന നായകൻ, പരിപാടി ക്ലീശ സംഭവം തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഓക്കെ, ക്ലീശ ആണെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ ഈ സീനൊക്കെ ഒരുപാട് ലെങ്താണ്. അതായത് ലാസ്റ്റിലോട്ടൊക്കെ വരുമ്പോഴത്തേനെ നമ്മൾ മടുത്ത് കഴിയുന്ന വെച്ചാൽ നമ്മൾ ഇത് എപ്പം തീരും എന്നുള്ളൊരു ആലോചന തന്നെ ഇരിക്കും. കാര്യം നമുക്കൊന്നാ പ്രെഡിക്റ്റബിൾ സംഭവങ്ങളൊക്കെയാണ് ലാസ്റ്റ് നടക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം കണ്ടിട്ടുള്ള സീനുകൾ അന്ന് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ പോയി. പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴേ നമ്മൾ കണ്ടിട്ടുള്ള സീൻ തന്നെ ഒരുപാട് വലിച്ചു കിട്ടി പോകുന്നുണ്ട്. അതാണ് മടുപ്പിക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ ക്ലൈമാക്സ് കുറേ നേരം ഉണ്ട്. എല്ലാം കണ്ട് കഴിഞ്ഞ് സത്യത്തിൽ എനിക്ക് നല്ല തലവേദനയായിരുന്നു പടം കണ്ടിറങ്ങിയപ്പോഴത്തേന്. ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് ഒന്നുകൂടെ ക്രിസ്പാക്കാമെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഫാമിലി സെന്റിമെന്റ്സ് കേട്ടാൻ വേണ്ടി, അത് ഫാമിലി ഓഡിയൻസിന് വേണ്ടി ചെയ്തിട്ടുള്ള പരിപാടിയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഫാമിലി സെന്റിമെന്റ്സ് അതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കയറ്റി വെച്ച് അവസാനം മൊത്തത്തിൽ എന്താ പറയുക, മൊത്തത്തിൽ നമുക്കൊരു വയ്യാത്തൊരവസ്ഥയാകും പടം കണ്ടു കഴിയുമ്പോൾ. എന്തോ നമ്മൾ വലിയൊരു കാര്യം ചെയ്ത പോലെ ഒരു അവസ്ഥയാകും. കാര്യം നമുക്ക് ഒരുപാട് പണി എടുത്ത പോലെ നമുക്ക് തോന്നും ഈ പടം കണ്ടു കഴിയുമ്പോൾ. ഓവറോൾ പറഞ്ഞാൽ
ഒരു കാര്യം ഉറപ്പാണ്, പടം തിയേറ്ററിൽ എന്തായാലും ഹിറ്റ് ആവും, വലിയ കളക്ഷൻസ് ഒക്കെ നേടും, അത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇത് എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടപ്പെടണം എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഒരു ഓക്കെ വളരെ മീഡിയോക്കർ ആയിട്ട് നിൽക്കുന്ന കഥയും കാര്യങ്ങളും ഉള്ള ഒരു ആക്ഷൻ പടത്തിനപ്പുറം എനിക്ക് വേറെ വലിയ സംഭവമായിട്ടൊന്നും ഈ പടത്തെ പറ്റി എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഒരുപാട് കണ്ട് മടുത്ത സ്റ്റോറി ലൈനൊക്കെ ഉള്ള ഒരു ക്ലീഷേ പഴഞ്ചൻ പരിപാടി തന്നെ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാത്തൊരു സിനിമ. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. എത്ര റിവ്യൂ, മോശം റിവ്യൂ വന്നാൽ ആൾക്കാർ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണും. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഓടും. അപ്പൊ ഇന്ന് തേർഡ് പാർട്ടും എൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, എൻ ക്രെഡിറ്റിനകത്ത് തേർഡ് പാർട്ട് വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു ആവശ്യവും ഇല്ല, എന്തിനാണെന്ന് അറിയത്തില്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പരിപാടിയാണ്. പടം എന്തായാലും സൂപ്പർ ഹിറ്റ് ആവും, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പടം ഓടും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല, കേരളത്തിൽ ഓടും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ ഓവറോൾ പടം എന്തായാലും ഹിറ്റ് ആവും. എന്തായാലും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, അപ്പം ഗൈസ് എന്തായാലും പുതിയൊരു സിനിമ റിവ്യൂ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം.